തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ. ആ പ്രതിഷേധത്തിൽ വലിയ രീതിയിലുള്ളൊരു സംഘർഷമുണ്ടായി. പ്രവർത്തകർ തെരുവിലിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒപ്പം ബാരിക്കേഡുകൾക്ക് മുകളിലേക്ക് ചില പ്രവർത്തകർ അതിക്രമിച്ച് കയറുകയും അതിനു മുകളിൽ നിലയുറപ്പിക്കുകയും ചെയ്തു. തടയാൻ ശ്രമിച്ച പോലീസും പ്രവർത്തകരുമായി വലിയ രീതിയിലുള്ള വാക്കുതർക്കം. ജലപീരങ്കി പ്രയോഗം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. 2 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. സലിം മാലിക് ചേരുന്നുണ്ട്. സലിം, ഒട്ടൊരാശ്വാസമാകുന്നുണ്ടോ സംഘർഷങ്ങൾക്ക്? അയവ് വരുന്നുണ്ടോ? ഇപ്പോഴും ഈ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ്. ബാരിക്കേഡിന് മുകളിൽ ചില പ്രവർത്തകർ നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റു ചില പ്രവർത്തകർ ഈ പോലീസിന് നേർക്ക് തന്നെ നിൽക്കുകയാണ്. അവരെ ഇതുവരെയും പോലീസിന് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് പോലീസിന് നേരെ ചില വാക്കേറ്റങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ആ നിലയിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം തുടരുന്നത്. ഏതെങ്കിലും നിലയിൽ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നിലവിൽ ഈ ജലപീരങ്കി പ്രയോഗം, ഒരു തവണ ജലപീരങ്കി പ്രയോഗം നടത്തുകയും 2 തവണ ജലപീരങ്കിയുടെ സൈറൺ മുഴക്കുകയും ചെയ്തു. എങ്കിലും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ്. വലിയ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട് ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ സമരം മന്ത്രി വീണ ജോർജ് രാജിവെക്കുന്നത് തുടരും എന്നുള്ള നിലപാടിലാണ് പ്രവർത്തകർ ഉള്ളത്. വലിയ പ്രതിഷേധം നിലവിൽ അതുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഒരു വനിതാ പ്രവർത്തകയെ മർദ്ദിച്ചു എന്നൊരു ആരോപണം കൂടി വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ തകർക്കാൻ ശ്രമിച്ചതിന് കൂട്ടുപിടിച്ച് ബിന്ദു ചന്ദ്രനെ അറിഞ്ഞു വെച്ച് ലാത്തി കൊണ്ട് വീശി ഇതാ പരിക്കേൽപ്പിച്ചിരിക്കുകയാണ് ജയകുമാരി എന്ന ആ പോലീസ് ഉദ്യോഗസ്ഥ. അതിന് ആക്ഷൻ എടുക്കാതെ ഞങ്ങൾ ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകും. ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്, അർഹതയുണ്ട്. അതാണ് ഞങ്ങൾ ചെയ്തത്. നോക്ക്, നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ജയകുമാരി എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥ ഒരു ലാത്തി കൊണ്ട് മുഖത്തെ കടിച്ചു, ഒരു വനിതാ പ്രവർത്തകയുടെ മുഖത്തെ കടിച്ചു എന്നൊരു ആരോപണമാണ് ഇപ്പോൾ ഉയർത്തുന്നത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ വലിയ പ്രതിഷേധമാണ്. തിരുവനന്തപുരത്തു നിന്നുള്ള മഹിളാ കോൺഗ്രസുകാരുടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. ഒരു പ്രവർത്തകയെ പോലീസുകാരി മനഃപൂർവ്വം മർദ്ദിച്ചു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട് പ്രവർത്തകർ. അപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥയ്ക്കെതിരായാണ് ഇപ്പോൾ അവരുടെ മുദ്രാവാക്യം വിളികൾ. മനഃപൂർവ്വമായി മർദ്ദിച്ചു എന്നുള്ള ആരോപണമുണ്ട്. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് പ്രതിഷേധിക്കാൻ തുടങ്ങി. വലിയ രീതിയിലുള്ള ഉന്തും തള്ളുമായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ വനിതാ പ്രവർത്തകയ്ക്ക് നേരെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ മർദ്ദനമുണ്ടായി എന്ന ആരോപണം ഉയരുന്നത്. ശക്തമായി തന്നെ പ്രതിഷേധിക്കുകയാണ് ആ വിഷയത്തിലും. അങ്ങനെ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് തിരുവനന്തപുരത്തെ മഹിളാ കോൺഗ്രസ് നേതാക്കൾ. ഒരു വശത്ത് കോഴിക്കോട് നിന്നുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളും കാണുന്നുണ്ട്. അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമാണ്. തിരുവനന്തപുരത്ത് മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം വിവരങ്ങളുമായി സലിം മാലിക് തുടരുന്നുണ്ട്. സലിം, ഈ പോലീസുകാരിക്കെതിരായ മുദ്രാവാക്യം വിളികൾ, അതിനുശേഷവും ഇപ്പോൾ ആ പോലീസ് വാഹനത്തിനരികെ നിന്ന് അവർ അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണോ ഇപ്പോൾ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം? സ്മിത, അനിതാകുമാരി എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥ മനഃപൂർവ്വം നോക്കി വെച്ചുകൊണ്ട് തന്നെ മഹിളാ കോൺഗ്രസ് നേതാവാണ് തന്നെ ലാത്തി കൊണ്ട് മുഖത്തെ കടിച്ചു എന്നൊരു ആരോപണമാണ് ഇപ്പോൾ ഉയർത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. പോലീസ് വാഹനത്തിന് മുൻപിൽ, ഈ ജലപീരങ്കി വാഹനത്തിന് മുൻപിലും പ്രവർത്തകർ ഇപ്പോൾ നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ആ പരിക്കേറ്റ പ്രവർത്തകയെ ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ്. ഇപ്പോൾ ഒരു ആംബുലൻസിൽ ഇവിടെ നിന്നും മാറ്റുന്നുണ്ട്. പോലീസ് തന്നെയാണ് വാഹനം, ആംബുലൻസ് അറേഞ്ച് ചെയ്തത്. അതിനിടയിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥയെ ഇവിടെ നിന്നും മാറ്റണം എന്നുള്ളൊരു
ആവശ്യമാണ് മഹിളാ കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉയർത്തുന്നത്. അതിനുശേഷം അവർക്കെതിരെ നടപടിയെടുക്കണം. മനഃപൂർവ്വമായി തന്നെ മർദ്ദിച്ചു, അതും ലാത്തി ഉപയോഗിച്ച് മുഖത്ത് മർദ്ദിക്കുകയായിരുന്നു, തലയ്ക്ക് മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. എന്തായാലും വലിയ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തകർ ഉയർത്തുന്നുണ്ട്. ഇപ്പോഴും ഈ പ്രവർത്തകർ ഇവിടെ നിന്നും പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ആ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് എത്തിച്ചതിന് ശേഷം വീണ്ടും ഈ തുടരുക. ഇപ്പോൾ ഇടുക്കിയിലും യൂത്ത് കോൺഗ്രസിന്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധം, ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ദേശീയ പതാകയുമായി ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നാണ് അവരുടെ പ്രതിഷേധം. ബാരിക്കേഡ് വെച്ച് പ്രതിഷേധക്കാരെ തടഞ്ഞിരിക്കുന്നു പോലീസ്. ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ബാരിക്കേഡിന് മുകളിലേക്ക് പ്രവർത്തകർ കയറുന്നു. സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. ഇപ്പോൾ തിരുവനന്തപുരത്ത് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം ഇടുക്കിയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളുമാണ് കാണുന്നത്.